Tautomerism. What is tautomerism? Tautomerism is a phenomenon of existence of two or more structurally distinct compounds which are existing in rapid equilibrium. There are different types of tautomeric forms like keto-enol tautomerism, nitroacid tautomerism, then nitroso-oxime tautomerism, valence tautomerism, etc. അപ്പോൾ നമുക്ക് ആദ്യം കീറ്റോ-ഈനോൾ ടോട്ടോമറിസം നോക്കാം. കീറ്റോ-ഈനോൾ ടോട്ടോമറിസം. ഓക്കെ, അപ്പൊ കീറ്റോ-ഈനോൾ ടോട്ടോമറിസം എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിന്റെ അഡ്ജസന്റ് കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 CH ബോണ്ടെങ്കിലും ഉണ്ടാവണം. ഇവിടെ R'. അപ്പം ഈ ബോണ്ടിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പം R-C ഡബിൾ ബോണ്ട് COH. ഇവിടെ ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. ഇവിടെ R'. ഓക്കെ, അപ്പൊ ഇതാണ് കീറ്റോ ഫോം, ഇതാണ് ഈനോൾ ഫോം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഇല്ലാത്ത ഏതൊക്കെ ബോണ്ടാണ് ഈ സ്ട്രക്ചറിൽ ഉള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു CH ബോണ്ട് ഉണ്ട്, അത് മറ്റതിൽ ഇല്ല. അതുപോലെ C സിംഗിൾ ബോണ്ട് ആണുള്ളത്, പിന്നെ C ഡബിൾ ബോണ്ട് O. ഇതിന്റെ അകത്താണെങ്കിൽ C ഡബിൾ ബോണ്ട് C ഉണ്ട്, C സിംഗിൾ ബോണ്ട് O ഈ ബോണ്ട്, അതുപോലെ OH ബോണ്ട് ഈ ഒരു പുതിയ ബോണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഈ 3 ബോണ്ടിന്റെയും ബോണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ഏകദേശം 359 കിലോ കാലറി പെർ മോൾ ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഈ 3 ബോണ്ടിന്റെയും നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 347 കിലോ കാലറി പെർ മോൾ ആണ്. അപ്പൊ ഈ ഡിഫറൻസ് ഇൻ എനർജി, അതായത് 12 കിലോ കാലറി പെർ മോൾ, അപ്പൊ അത്രയും എനർജി പിന്നെ അല്ലെങ്കിൽ അത്രയും എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത്രയും തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി എന്തിനുണ്ട്? കീറ്റോഫോമിനുണ്ട്. അതായത് തെർമോഡൈനാമിക്കലി കീറ്റോഫോം ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഈനോൾ ഫോം ജനറലി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കേസിലാണ് ഈനോൾ ഫോമിന്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഈനോൾ ഫോമുള്ള കേസസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈനോൾ ഫോമിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചറൽ ഫോംസിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഡബിൾ ബോണ്ട് ഇൻ കോൺജുഗേഷൻ വിത്ത് ഈനോളിക് ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ഈനോളിക് ഡബിൾ ബോണ്ടിനുമായിട്ട് കോൺജുഗേഷനിൽ മറ്റൊരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത്തരം ഈനോൾ ഫോം മോർ സ്റ്റേബിൾ ആയിരിക്കും കമ്പയർ ടു അതർ ടൈപ്പ്. ഒരു ഉദാഹരണം എഴുതുകയാണെങ്കിൽ ഈഥൈൽ അസറ്റോ അസറ്റേറ്റ്, C ഡബിൾ ബോണ്ട് O, CH2 C ഡബിൾ ബോണ്ട് O, OET. ഇതാണ് ഈഥൈൽ അസറ്റോ അസറ്റേറ്റ്. അപ്പൊ അതിന്റെ ഈനോൾ ഫോം വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? CH3 C ഡബിൾ ബോണ്ട് O, CH ഡബിൾ ബോണ്ട്, ഇവിടെ H വരുന്നു, OET. ഇതാണ് ഇതിന്റെ ഈനോൾ ഫോം. ഓക്കെ, അപ്പൊ ഈ ഒരു ഈനോൾ ഫോം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈനോളിക് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ടുമായിട്ട് ഈ കാർബണിൽ ഗ്രൂപ്പിന്റെ പൈ ബോണ്ട് കോൺജുഗേഷനിലാണ്. അപ്പൊ അത്തരം സ്ട്രക്ചർ, അതായത് എപ്പോഴാണോ നമ്മൾ ഈനോളിക് ഡബിൾ ബോണ്ടുമായിട്ട് കോൺജുഗേഷനിൽ ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വരുന്നത്, ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ഡബിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ അരോമാറ്റിക് റിംഗ് ആവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗേന ഈ ഡബിൾ ബോണ്ടുമായിട്ട് ഒരു കോൺജുഗേഷൻ വരികയാണെങ്കിൽ ഈനോൾ ഫോമിന്റെ പ്രൊപ്പോർഷൻ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു മറ്റൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ 2 ആൽഡിഹൈഡ് എടുക്കണം. CH3 twice CHCHO, ഒരു ആൽഡിഹൈഡ്.
അപ്പൊ ഇതിന്റെ ഈനോൾ ഫോം നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ OH വരും. അപ്പൊ ഇവിടെ CH3 ട്വൈസിന് പകരം നമ്മൾ PH ട്വൈസ് 2 ഫിനൈൽ റിങ് കൊടുത്തു. ഈ ഒരു 2 സ്ട്രക്ചറിന്റെ ഈനോൾ ഫോമിന്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ, അതായത് പ്രൊപ്പോർഷൻ ഓഫ് പെർസെന്റേജ് ഓഫ് ഈനോൾ ഫോം ടു കീറ്റോ ഫോം നോക്കുകയാണെങ്കിൽ, ഇതിന്റെ കേസിലാണെങ്കിലും അത് വരുന്നത് ഏകദേശം 1.4 ഇൻറ്റു 10⁻²% വരുന്നുള്ളൂ. അത്രയും കുറവ് എമൗണ്ട് ഈനോൾ ഫോം മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിന്. ഇനി പക്ഷെ ഇതിലാകുമ്പോൾ എന്ത് വരുന്നുണ്ട്, കുറച്ചും കൂടി വലിയ പെർസെന്റേജ് 9.1% ഈനോൾ ഫോം ഉണ്ട്. അപ്പൊ ഇതില് ഏകദേശം ഇതിൽ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്തിയത് ഏതാണ്, ഇവിടെ CH3 വരെ ഇവിടെ ഫിനൈൽ റിംഗ് വന്നു. അപ്പൊ ഫിനൈൽ റിംഗ് വരുമ്പോൾ ഈ ഇവിടെ ഈൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഈനോൾ ഫോം വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ആ ഡബിൾ ബോണ്ട് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദിസ് ഫിനൈൽ റിംഗ്. ദാറ്റ് ഈസ് വൈ ദ പെർസെന്റേജ് ഓഫ് ഈനോൾ ഈസ് ഇൻക്രീസിങ്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൾക്കി അരൈൽ റിംഗ് വരുമ്പോൾ, അതായത് നമ്മളെ ഈ R ഗ്രൂപ്പിന് പകരം, ഈ ഒരു R ഗ്രൂപ്പിന് പകരം ബൾക്കി ആയിട്ടുള്ള അരൈൽ ഗ്രൂപ്പ് വരിക, AR. ഇതിന്റെ ഈനോൾ ഫോം എടുക്കുകയാണെങ്കിൽ എടുക്കുക AR. അപ്പൊ ഇത് വെറും അരൈൽ ഗ്രൂപ്പ് അല്ല, ബൾക്കി ആയിട്ടുള്ള അരൈൽ ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ അരയിലായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്, CH3, സോറി, ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അരൈൽ ഗ്രൂപ്പാണ് എടുക്കുന്നത്. AR എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചറിൽ ഈനോൾ ഫോം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കീറ്റോ ഫോം ഈസ് ഡീസ്റ്റെബിലൈസ്ഡ് ബൈ ദിസ് ബൾക്കി അരൈൽ ഗ്രൂപ്പ്. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ഇവിടെ കൂടുതൽ പിന്നെ ഡീസ്റ്റെബിലൈസേഷൻ നടക്കുന്നത്? കീറ്റോ ഫോം ഈസ് ഡീസ്റ്റെബിലൈസ്ഡ് ബൈ ദിസ് ബൾക്കി അരൈൽ റിംഗ്. അപ്പൊ ഇവിടെ കൂടുതൽ ഡീസ്റ്റെബിലൈസേഷൻ നടക്കാൻ കാരണം എന്താണ്? അപ്പൊ ഈ കേസിലാണെങ്കിൽ ഇവിടെ ഈ കാർബൺ എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്രൽ കാർബൺ ആണ്. അതായത് ഇവിടെ ബോണ്ട് ആംഗിൾ വരുന്നത് എത്രയാണ്? 109°28' ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ sp2 ആണ്. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ എത്ര വരുന്നത്? 120° ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് അരൈൽ ഗ്രൂപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ രണ്ട് അരൈൽ ഗ്രൂപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മോർ ഡിസ്റ്റൻസ് വരുന്നത് ഈ കേസിലാണ്. അതായത് ഇവിടെ ഒരു ഇതിന്റെ ബൾക്കിനെസ് കൊണ്ട് ഇത് തമ്മിൽ ഒരു എന്താ പറയാ, ഒരു ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാവും ഈ മോളിക്യൂൾ കീറ്റോ ഫോമിൽ. അപ്പൊ ഈ ഡീസ്റ്റെബിലൈസേഷൻ കാരണം ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന് ഈനോൾ ഫോം ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതാണ് ബൾക്കി അരൈൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി ഈനോൾ ഫോം കൂടുതലായി വരുന്നത് ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ഹൈലി ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട്. ഹൈലി ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് F, ഈ ഒരു കോമ്പൗണ്ട്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലത്തെ ഈനോൾ ഫോം ആണ് സ്റ്റേബിൾ. അപ്പൊ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഫ്ലൂറിൻ കാരണം ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനടുത്തേക്ക് വരാൻ പറ്റും. എന്നിട്ട് ഈനോൾ ഫോം വരാൻ പറ്റും. അപ്പൊ അവിടെ രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇലക്ട്രോൺ കൂടുതൽ ഇതിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറാൻ എളുപ്പമാണ്. ഈ H-ന് H+ ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പം എന്ത് ചെയ്യും? കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഈനോൾ ഫോം കിട്ടും. ഇനി ഈനോൾ റൂം ടെമ്പറേച്ചറിലൊക്കെ കൂടുതലായി മിക്കവാറും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈനോൾ ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഈനോൾ ഫോമിന് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഏകദേശം 200°C 3 hour ഒക്കെ ഹീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ കീറ്റോ ഫോം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് സ്റ്റേബിൾ ആണ് ഇതിന്റെ ഈനോൾ ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 കേസിലും പിന്നെ എന്താണ് നോക്കിയത് എന്തായിരുന്നു? ഇതിലെ സ്ട്രക്ചർ ഈനോൾ ഫോമിന്റെ കോൺസെൻട്രേഷന് അല്ലെങ്കിൽ പ്രൊപ്പോർഷന് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ പിന്നെ സ്ട്രക്ചർ മാത്രമല്ല, ഏത് സോൾവെന്റിലാണ് എടുക്കുന്നത്, അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയൊക്കെ ഈനോൾ ഫോമിന്റെ പ്രൊപ്പോർഷൻ
അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മള് സോൾവെന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈഥൈൽ അസറ്റോ അസറ്റേറ്റിനെ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. ഈഥൈൽ അസറ്റോ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ CH2 C ഡബിൾ ബോണ്ട് OE. അപ്പൊ അതിന്റെ ഈനോൾ ഫോം എന്ന് പറയുമ്പോൾ CH3 C ഡബിൾ ബോണ്ട് O CH ഡബിൾ ബോണ്ട് OH OE2. ഓക്കെ, അപ്പൊ ഇതില് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള ഈനോൾ ഫോം കിട്ടും. പക്ഷെ സാധാരണഗതിയിൽ കൂടുതലായിട്ട് കാണുന്നത് കീറ്റോ ഫോം ആണ്. നമ്മൾ എനർജി തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വാട്ടറിലാണ് നമ്മൾ ഈ ഒരു പിന്നെ കീറ്റോ ഫോമിന്റെ ഈനോൾ ഫോമിന്റെ പ്രൊപ്പോർഷൻ നോക്കുന്നത് വെച്ചാല് ഏകദേശം 0.4% ഈനോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ വാട്ടറിൽ. വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? വാട്ടർ ഈസ് എ പോളാർ പ്രോട്ടിക് സോൾവെന്റ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോൾവെന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കഷ്ടപ്പെട്ട് ഇന്റേണൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഈ കീറ്റോ ഫോമിലത്തെ ഈ ഓക്സിജൻ തന്നെ നമ്മുടെ മീഡിയമായിട്ട് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. വാട്ടർ മോളിക്യൂൾ ഇഷ്ടംപോലെ ഈ സോൾവെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പിന്നെ ഓക്സിജനത്തെ ലോൺ പെയറും ഫ്രീ ആയിരിക്കില്ല. പിന്നെ അപ്പൊ എന്താണ്, ഹൈലി സോൾവേറ്റഡ് ആയിരിക്കും. അപ്പൊ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് വാട്ടറിൽ ഈനോളിന്റെ പെർസെന്റേജ് കുറവാകാൻ കാരണം. ഇനി നമ്മൾ ഒരു ഹൈലി നോൺ പോളാർ ആയിട്ടുള്ള ടൊളുയിൻ പോലെയുള്ള സോൾവെന്റിലാണ് എടുക്കുന്നത് വെച്ചാൽ ഇതിന്റെ പെർസെന്റേജ് ഓഫ് ഈനോൾ കുറച്ചും കൂടി ഹയർ ആയിരിക്കും. ഏകദേശം 19.8% ഒക്കെ ഉണ്ടാവും ഈനോൾ ഫോം. അപ്പൊ ഈ ഇൻക്രീസിങ് പെർസെന്റേജിന്റെ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺ തന്നെ. അതില് പിന്നെ ഇതിനേക്കാളും കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഒരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും മാത്രമല്ല ഈ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണ് ഈനോൾ ഫോമിന്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഈ കാര്യത്തിൽ നോക്കും. കാരണം ഈ സോൾവെന്റുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഇന്ററാക്ഷന്റെ ആവശ്യമില്ല. കാരണം സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ നോൺ പോളാർ, ഇതൊക്കെ പോളാർ ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ലേ. അപ്പം ഈ നോൺ പോളാറുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഇന്റേണൽ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ടും ഈ ഈനോൾ ഫോമിന്റെ കോൺസെൻട്രേഷൻ നോൺ പോളാർ സോൾവെന്റിൽ കൂടുതലായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് നോക്കാം. നമ്മൾ വേറൊരു ഉദാഹരണം എടുക്കുകയാണ്. അസറ്റോൺ. ഇതാണ് അസറ്റോൺ. അപ്പൊ അസറ്റോണിന്റെ കേസിൽ നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലെ ഈനോളിന്റെ കീറ്റോ ഫോമിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ at 22 degrees Celsius percentage of phenol is 95%. As the temperature increases to about 180 degrees Celsius, the percentage becomes 68% phenol. Then further increase in temperature to 275 degrees Celsius, the percentage of phenol decreases to 44%. അപ്പൊ അതായത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൊപ്പോർഷൻ പെർസെന്റേജ് ഓഫ് ഈനോൾ ടു കീറ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഇനി നമ്മള് ഇതിന്റെ ജനറൽ സ്ട്രക്ചർ ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ RCH R' C double bond O R double dash is in equilibrium with C double bond COH R double dash ഇവിടെ R dash. ഓക്കെ, ഇനി ഒരു ഹൈലി ബേസിക് ആയിട്ടുള്ള ഒരു മീഡിയത്തില് ഒരു നല്ല ബേസിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക, ബേസ് ക്യാൻ റിമൂവ് എ പ്രോട്ടോൺ. അപ്പൊ ഇവിടുത്തെ പ്രോട്ടോണിനെ ബേസ് റിമൂവ് ചെയ്തു, -H+. അപ്പൊ ഈ H+ ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബണിന്റെ മുകളിൽ എന്ത് ചാർജ് വരും, നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അയോൺ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ C, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ R, C ഡബിൾ ബോണ്ട് O R double dash. ഓക്കെ, ഇനി
തിരിച്ച് നമ്മളൊരു H+ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാവും. ഇനി അതുപോലെ ഇതിലത്തെ ഒരു ഹൈഡ്രജൻ ആണ് നമ്മൾ ബേസിന്റെ പ്രസൻസിൽ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ കിട്ടുക, -H+ ആണെങ്കിൽ ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ അതുപോലെ വെച്ചാൽ ഡബിൾ ബോണ്ട് CO- R'. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു അയോൺ കിട്ടും. അപ്പൊ ഈ ഒരു 2 അയോൺ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്, ഇത് തമ്മിൽ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം പോസിബിൾ ആണ്. അതായത് ഇത് രണ്ടും തമ്മിൽ ഇതെന്താണ്, ഇത് രണ്ടും ടോട്ടോമറിക് ഫോംസ് ആണ്. പക്ഷെ ഈ 2 സ്ട്രക്ചറും എന്തല്ല, ടോട്ടോമറിക് ഫോംസ് അല്ല, ഇതെന്താണ്, റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൽ നോക്കുമ്പോൾ മോർ കോൺട്രിബ്യൂഷൻ ഏതിലായിരിക്കും ഉണ്ടാവുക? മോർ കോൺട്രിബ്യൂഷൻ വരുന്നത് ഇതില് നെഗറ്റീവ് ചാർജ് വരുന്നത് കാർബണിന്റെ മുകളിലാണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് എന്തിലാണ് വരുന്നത്? ഓക്സിജന്റെ മുകളിലാണ്. അപ്പം ഒരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോനെഗറ്റീവ് ആയ ആറ്റത്തിന്റെ മുകളിൽ വരുമ്പോഴായിരിക്കും മോർ സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ ദിസ് സ്ട്രക്ചർ. അപ്പൊ ഇൻ പ്രസൻസ് ഓഫ് ബേസ്, ഈ ഈനോലേറ്റ് അയോൺ, സ്ട്രോങ് ബേസിന്റെ പ്രസൻസ് ഈനോലേറ്റ് അയോണിന്റെ കോൺസെൻട്രേഷനിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അത് അത്രയ്ക്കാണ് നമുക്ക് കീറ്റോ ഈനോൾ ടോട്ടോമറിസത്തിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ടോട്ടോമറിസം എന്ന് പറയുന്നത് ഫീനോൾ കീറ്റോ ടോട്ടോമറിസം. ഫീനോൾ കീറ്റോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീനോൾ വരയ്ക്കുന്നു. OH, ഈ ബോണ്ടിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു, ഇതിങ്ങോട്ട് വന്നു, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ഹൈഡ്രജനും ഇപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജൻ. അപ്പൊ ഇതാണ് ഫീനോളിക് ഫോം, ഇതാണ് കീറ്റോ ഫോം. പക്ഷെ സാധാരണ ഒരു ഫീനോളിക് ഫോം, ഫീനോളിലോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീനോളിലോ ഒക്കെ ഏത് ഫോം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഫീനോളിക് ഫോം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, കീറ്റോ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? കാരണം ഇതില്ലേ ഈ ഒരു സ്ട്രക്ചർ വരുമ്പോൾ ഈ റിങ്ങിന്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കീറ്റോ ഫീനോൾ ടോട്ടോമറിസത്തിന് ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് ഫ്യൂസ്ഡ് റിംഗ് അരോമാറ്റിക് കോമ്പൗണ്ട്സിലൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ കുറച്ചുകൂടി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരുമ്പോഴാണ്. അപ്പൊ അതായത് ഈ സ്ട്രക്ചർ റെസൊണൻസ് വഴി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്റ്റെബിലൈസേഷൻ കിട്ടുകയാണെങ്കിൽ അത്തരം കണ്ടീഷനിൽ മാത്രമാണ് ഈ ഒരു കീറ്റോ ഫോം മോർ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കീറ്റോ ഫോമും ഫീനോൾ ആയിട്ടുള്ള രൂപവും കാണുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എന്താണ് ആസിഡ്, നമ്മളെ ഇൻഡിക്കേറ്ററില്ലേ, ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററില്ലേ. ഇപ്പൊ ഫിനോഫ്തലീൻ ആണെങ്കിലും മീഥൈൽ ഓറഞ്ച് ആണെങ്കിലും നമ്മൾ ക്വിനോയിഡ് തിയറി പഠിച്ചിട്ടുണ്ട്. അതായത് ഫിനോളിക് ഫോമും ക്വിനോയിഡ് ഫോമും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് എക്സ്റ്റെന്റ് ഓഫ് കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കീറ്റോണിക് ഫോമിന്റെ അകത്ത് അല്ലെങ്കിൽ ക്വിനോയിഡ് സ്ട്രക്ചറിന്റെ അകത്ത്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ ഒരു ഫീനോൾ ടോട്ടോമറിസം സിഗ്നിഫിക്കന്റ് ആവുന്നത്. മാത്രമല്ല ചില ഹെട്രോസൈക്ലിക് റിങ്ങിന്റെ കേസിലും ഈ ടൈപ്പ് ഒരു ടോട്ടോമറിസം കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരിഡിനാണ്. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിലെ ഈ H ഇങ്ങോട്ട് വരുന്നു, Hത്തെ ബോണ്ടിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ NH, ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ടൈപ്പ് കോമ്പൗണ്ട്സിലൊക്കെ ഈ കീറ്റോ ഫോമും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമുക്ക് ഫീനോൾ കീറ്റോ ടോട്ടോമറിസത്തിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ടോട്ടോമറിസം എന്ന് പറയുന്നത് നൈട്രസോ ഓക്സൈൻ ടോട്ടോമറിസം. നൈട്രസോ ഓക്സൈൻ ടോട്ടോമറിസം. അപ്പൊ നൈട്രസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? N ഡബിൾ ബോണ്ട് O വരുന്നു. അപ്പൊ ഇതിന്റെ അഡ്ജസന്റ് കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 CH ബോണ്ടെങ്കിലും ഉണ്ടാവണം. അപ്പൊ ബാക്കിയുള്ള ഗ്രൂപ്പ് എന്തൊക്കെ ആവാം? പിന്നെ ബാക്കി എത്ര ഉണ്ടാവേണ്ട? 2 ഗ്രൂപ്പ്, 2 ആൽക്കൈൽ ഗ്രൂപ്പ് R. ഓക്കെ, അപ്പൊ ഇതിലെ സ്ട്രക്ചർ എങ്ങനെ വരുന്ന വെച്ചാൽ ഇതിങ്ങനെ വരുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അപ്പൊ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ നമുക്ക് രണ്ടും കൂടി R2 എന്ന് എഴുതി. R2 C ഡബിൾ ബോണ്ട്
NOH. അപ്പൊ ഇതാണ് നൈട്രസോ ഫോം, ഇതാണ് ഓക്സൈൻ ഫോം. അപ്പൊ ഈ ഓക്സൈൻ സ്ട്രക്ചർ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? ഈ പിന്നെ കാർബണിൽ കോമ്പൗണ്ടും ഹൈഡ്രോക്സിലമീനും കൂടി കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഹൈഡ്രോക്സിലമീൻ എന്ന് പറഞ്ഞാൽ NH2 എന്താണ് NH2OH. അപ്പൊ NH2 H2യും ഇതിന്റെ കാർബണിൽ ഗ്രൂപ്പിലത്തെ ഓയും കൂടി വാട്ടർ മോളിക്യൂളെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ മോർ പ്രൊപ്പോർഷൻ വരുന്നത് ഓക്സൈമിന്റെ കോൺസെൻട്രേഷനിലാണ്. അപ്പം പിന്നെ സാധാരണഗതിയിൽ ഓക്സൈമിന്റെ കോൺസെൻട്രേഷൻ ആണ്, അതായത് ഈ ഒരു പിന്നെ ഒരു സ്ട്രക്ചർ ടോട്ടോമർസത്തിൽ ഓക്സൈൻ ഫോം ആണ് പ്രിഡോമിനന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇത് നൈട്രസോ ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാർബണിൽ ഈ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുതലായിട്ട് നൈട്രസോ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് നൈട്രോ അസി. നൈട്രോ അസി ടോട്ടോമറിസം. അപ്പൊ നൈട്രോ എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് O, കോർഡിനേറ്റ് ബോണ്ട് O ആണ്. അപ്പൊ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് ഓണിനെ ഇങ്ങനെ എഴുതി. അപ്പൊ അഡ്ജസന്റ് കാർബണിൽ ഒരു CH ബോണ്ട് വേണം, ബാക്കിയുള്ള രണ്ടെണ്ണത്തിന് നമ്മൾ R എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടോമർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ R C ഡബിൾ ബോണ്ട് N OH, ഇവിടെ O മൈനസ്. അപ്പൊ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് പോകുന്നു. അപ്പൊ പ്രത്യേകിച്ച് അതിന് ചാർജ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ R. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഇത് നൈട്രോ ഫോം, ഇത് അസി ഫോം. അപ്പൊ ഇതിന്റെ അകത്ത് നൈട്രോ ഫോം ആണ് മോർ സ്റ്റേബിൾ ദാൻ അസി ഫോം. നൈട്രോസോന്റെ കേസിൽ ഓക്സൈം ആയിരുന്നു സ്റ്റേബിൾ എങ്കിൽ ഈ നൈട്രോ കോമ്പൗണ്ടിന്റെ കേസിൽ നൈട്രോ ഫോം ആണ് മോർ സ്റ്റേബിൾ. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താന്ന് ചോദിച്ചാല്, അപ്പൊ ഈ ഒരു പിന്നെ പെർട്ടിക്കുലർ മോളിക്യൂളില് നൈട്രോ കോമ്പൗണ്ടിന്റെ അകത്ത് ഇങ്ങനെയുള്ള റെസൊണൻസും കൂടി പോസിബിൾ ആണ്. റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ ആയിരിക്കാം, CRHN+, ഇവിടെ O മൈനസ് ഡബിൾ ബോണ്ടോ. ഈ രണ്ട് സ്ട്രക്ചറും എന്താണ്, ഇത് തമ്മിൽ റെസൊണൻസ് ഫോം, ഇത് റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ആണ്. അപ്പൊ മോർ നമ്പർ ഓഫ് റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഇതിന് അസി ഫോമിനെ കമ്പയർ ചെയ്യുമ്പോൾ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നൈട്രോ ഫോം ആണ് കൂടുതൽ പെർസെന്റേജ് ഉണ്ടാവുന്നത്. ഇതാണ് മോർ സ്റ്റേബിൾ. നൈട്രോ അസിയിൽ നോക്കുവാണെങ്കിൽ നൈട്രോ. അപ്പൊ ഈ നൈട്രോ എന്ന് പറയുമ്പോൾ അരോമാറ്റിക് നൈട്രോ അല്ല കേട്ടോ, എന്താണ് ആലിഫാറ്റിക് നൈട്രോ കോമ്പൗണ്ട്. കാരണം എന്താണ്, അരോമാറ്റിക് ആണെങ്കിൽ ഈ പിന്നെ ഇപ്പൊ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള റിംഗിലാണെങ്കിൽ ഇവിടെ നൈട്രോ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഈ കാർബണിലെ ഹൈഡ്രജൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ടൈപ്പ് ടോട്ടോമർസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആലിഫാറ്റിക് ആയിട്ടുള്ള നൈട്രോ കോമ്പൗണ്ട് വിത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ആണ് ഈ ഒരു ടോട്ടോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഏത് ഫോമാണ് ഉണ്ടാവുക, നൈട്രോ ഫോം തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നൈട്രോ അസി ടോട്ടോമറിസം. ഇനി അടുത്ത ടോട്ടോമറിസമാണ് ഇമീൻ ഈനമീൻ. ഇമീൻ ഈനമീൻ ടോട്ടോമറിസം. ഇമീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡബിൾ ബോണ്ട് NR വരുന്നതാണ് ഇമീൻ. അപ്പൊ ഇവിടെയുള്ള ഈ കാർബണിന്റെ മുകളിൽ ഒരു R, ഇവിടെ ഒരു CH R2. R എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആവും, സെയിം ആവും. ഓക്കെ, അപ്പൊ ഈ ഇമീൻ ഈനമീൻ ടോട്ടോമറിസം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഇമീൻ ഗ്രൂപ്പിന്റെ അഡ്ജസന്റ് കാർബണിൽ ഒരു ഹൈഡ്രജൻ CH ബോണ്ട് ഉണ്ടാവണം. അപ്പം ഈ എന്നാ സംഭവിക്കുന്ന വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ഹൈഡ്രജൻ ഈ നൈട്രജന്റെ മുകളിലോട്ട് വരും. അപ്പൊ എന്താ കിട്ടുക, R C ഡബിൾ ബോണ്ട് CR R2 ഉണ്ട്, രണ്ട് R ഇല്ലേ, R, പിന്നെ ഈ നൈട്രജന്റെ മുകളിൽ H വരുന്നു R. അപ്പൊ ഇതാണ് ഇമീൻ ഫോം. ഇത് ഈനമീൻ ഫോം. ഈനമീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അമീൻ. അപ്പൊ അതുകൊണ്ടാണ് ഈനമീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈനമീൻ ഫോം. അപ്പൊ ഈ ഒരു പിന്നെ ടോട്ടോമറിസത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഇമീൻ ഫോം ആണ്.
അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈനമീൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഈനമീനിലത്തെ ഈ നൈട്രജന്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ ഹൈഡ്രജനെ വേറെ ഏതെങ്കിലും ഒരു പിന്നെ ആർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്ട്രക്ചറിൽ മാത്രമേ ഈനമീൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സാധാരണ കേസിലൊക്കെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പിന്നെ ഫോം എന്ന് പറയുന്നത് ഇമീൻ ഫോം ആണ്. ഓക്കെ, അപ്പൊ ഈ ഇമീൻ എവിടെ കണ്ടിട്ടുണ്ടോ? ഇമീൻ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? ഈ ഒരു R2C ഡബിൾ ബോണ്ട് ആർ എന്ന് പറഞ്ഞാൽ കാർബണിൽ കോമ്പൗണ്ടും RNH2 എന്ന് പറഞ്ഞാൽ അമീൻ കൂടിയും കമ്പൈൻ ചെയ്തിട്ട് അമീനിന്റെ NH2 H2 ഇവിടുത്തെ ഓയും കൂടി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഇമീൻ ഫോം കിട്ടും. അപ്പൊ അരോമാറ്റിക് ഇമീൻ ആണെങ്കിൽ നമ്മൾ ഷിപ്പ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനത്തെ ഈനമീൻ നോക്കിക്കഴിഞ്ഞാൽ ഇമീൻ സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഈനമീൻ സ്ട്രക്ചർ. ഈനമീൻ സ്ട്രക്ചർ എപ്പോൾ മാത്രമേ സ്റ്റെബിലൈസ് ആയിട്ടുള്ളൂ? ഈ NHന്റെ H ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ R ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ഈനമീൻ സ്ട്രക്ചറിന് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോളുള്ളൂ. ഇനി അടുത്ത ടൈപ്പ് ടോട്ടോമറിസം എന്ന് പറയുന്നത് വാലൻസ് ടോട്ടോമറിസം. വാലൻസ് ടോട്ടോമറിസം സാധാരണയായിട്ട് നമ്മൾ പഠിക്കാറുള്ളത് പിന്നെ ഇതിന്റെ പെരിസൈക്ലിക് റിയാക്ഷന്റെ ഒക്കെ ആ ചാപ്റ്ററിലൊക്കെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഡീജനറേറ്റ് കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്നതാണ് ഈ ടൈപ്പ് വാലൻസ് ടോട്ടോമറിസം. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിലത്തെ ഡബിൾ ബോണ്ട് തമ്മിൽ നമുക്ക് കോൺജുഗേഷൻ വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു sp2 കാർബൺ ആണുള്ളത്, sp3 കാർബൺ ആണുള്ളത്. പക്ഷെ ഇത് ഒരു റീഅറേഞ്ച്മെന്റ് കോപ്പർ റീഅറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ കാർബണും തമ്മിലൊരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ആ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടായി, അതുപോലെ ഇവിടെയും ഇവിടെയല്ല, ഇവിടെ ഡബിൾ ബോണ്ടായി. ഓക്കെ, അപ്പം ഈ രണ്ട് സ്ട്രക്ചറും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാർബണിന് നമ്മൾ പ്രത്യേകിച്ച് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ് വെച്ചിട്ടൊന്ന് ലാബൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് പിന്നെ മോളിക്യൂളും സെയിം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ബോണ്ടിങ് കണക്ടിവിറ്റി ഒക്കെ ശരിക്കും ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ടോട്ടോമറിസമാണ് വാലൻസ് ടോട്ടോമറിസം എന്ന് പറയുന്നത്. ഈ ടോട്ടോമറിസം ബാക്കിയുള്ള ടോട്ടോമറിസം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോട്ടോമറിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ അയോൺ ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സിഗ്മ ബോണ്ടിലത്തെ ഇലക്ട്രോൺ ആണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തത്. അതായത് ഇവിടുത്തെ കാർബൺ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പുതിയ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് റെസൊണൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റെസൊണൻസിന്റെ കേസിലാണെങ്കിൽ പൈ ബോണ്ടിലത്തെ ഇലക്ട്രോണും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇതിന്റെ കേസിലാണെങ്കിൽ സിഗ്മ ബോണ്ടിലത്തെ ഇലക്ട്രോണും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ബാലൻസ് ടോട്ടോമറിസം. ഇനി മറ്റൊരു ടൈപ്പ് പിന്നെ ടോട്ടോമറിസം ആണ് റിംഗ് ചെയിൻ ടോട്ടോമറിസം. റിംഗ് ചെയിൻ ടോട്ടോമറിസം ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് പിന്നെ ഈ ഹൈഡ്രോ കാർബണിന്റെ ഒക്കെ കേസില്, ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ പിന്നെ ഗ്ലൂക്കോസ് ഫ്രക്ടോസിന്റെ കേസിൽ ലീനിയർ സ്ട്രക്ചറും ഉണ്ട്, അതിന്റെ സൈക്ലിക് ഫോമും ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ് എന്ത് റിംഗ് ചെയിൻ ടോട്ടോമറിസം എന്ന് പറയുന്നത്. അതായത് ഗ്ലൂക്കോസിന്റെ ലീനിയർ ഫോമും സൈക്ലിക് ഫോമും തമ്മിലൊക്കെ ഉള്ള ഇക്വിലിബ്രിയം, ആ ടൈപ്പ് ഒരു പിന്നെ ടോട്ടോമറിസത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് റിംഗ് ചെയിൻ ടോട്ടോമറിസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് ടോട്ടോമറിസത്തെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.